ഹായ്, എന്താ വിശേഷം? സുഖല്ലേ? കുറെ ആളുകളായി എന്നോട് മെസ്സേജിൽ പറയുന്നു, പിന്നെ ഹിജാബിന്റെ വിഷയത്തിൽ എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത് എന്നൊക്കെ. ഞാൻ മിണ്ടാത്ത എന്താ വെച്ചാൽ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇപ്പൊ എന്തായാലും ഞാനത് പറയാൻ വേണ്ടി തന്നെ വന്നതാ. തട്ടമിട്ട് വന്ന കുട്ടികളെ കാണുമ്പോൾ മറ്റു കുട്ടികൾക്ക് പേടിയാവുന്നു എന്ന് ഒരു പ്രിൻസിപ്പളായ സിസ്റ്റർ പറയുന്ന ഒരു വീഡിയോ ഇപ്പൊ മൊത്തം വൈറലായിട്ടുണ്ട്. അത് വന്ന് പറയാൻ കാണിച്ച മനസ്സ് അതേ തട്ട ഇട്ടിട്ടാണ് കേട്ടോ. തട്ടത്തിന്റെ കളറിലേ ഒരു മാറ്റമുള്ളൂ, ബാക്കിയെല്ലാം സെയിമാ. ഒരു ലൈന് ഞാൻ കേൾപ്പിച്ചു തരാം, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. കൂടുതലൊന്നും കേൾക്കാൻ ഒരു താല്പര്യമല്ല, എന്നാൽ ഇത് നിങ്ങൾ കേൾക്കേണ്ടതാണ്. ഇവിടുത്തെ ഈ സ്കൂളിലെ നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് ഞങ്ങളുടെ വിദ്യാർത്ഥിനി വന്നാൽ ആദ്യ ദിനം വന്ന അതേ സ്നേഹത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോളം ആ കുഞ്ഞിനെ വിദ്യ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. കേട്ടോ, ഓള് വിദ്യ നൽകാൻ തയ്യാറാണെന്ന്. ഞാൻ ഈ ഓള് എന്ന് തന്നെ പറയാൻ കാരണം എന്താ അറിയോ? ഈ റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം അത് അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ടും ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അതിനൊരു നിർബന്ധമില്ല. മാത്രമല്ല, പുള്ളിക്കാരുടെ തൊലിക്കട്ടില്ലേ, അത് ചില്ലറ തൊലിക്കട്ടിയൊന്നുമല്ല. ചിരിച്ചോണ്ടാണ് ആ വർഗീയത മുഴുവൻ പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരുടെ പ്രശ്നം ആ തട്ടാണ്. ആ തട്ടിട്ട് തന്നെയാണ് പുള്ളിക്കാരി മറ്റൊരാളോട് തട്ടിടണ്ട എന്ന് പറയുന്നത്. പണ്ടാരോ പറഞ്ഞ മാതിരി മുട്ടുകൈയില്ലാത്തവൻ ചെറുവിരലില്ലാത്തവനെ കളിയാക്കുക എന്ന് പറയില്ലേ, അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സിസ്റ്ററിനെ കൈയടിക്കാനും സിസ്റ്ററിനെ പ്രോത്സാഹിപ്പിക്കാനും സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് നന്മമരങ്ങളുണ്ട്. ആ നന്മമരങ്ങളുടെ ലിസ്റ്റ് ഞാൻ പറയുന്നില്ലല്ലോ. സംഘികൾ തന്നെ, സംഘികളൊക്കെ ഭയങ്കര സിസ്റ്റർ, എന്താ സിസ്റ്ററിനുള്ള സ്നേഹം. കർത്താവിന്റെ മണവാട്ടിയാകാനുള്ള സിസ്റ്ററാ. പക്ഷെ ഈ സ്നേഹം കണ്ടിട്ട് എനിക്കത് കർത്താവിന്റെ മണവാട്ടിയൊന്നും ആവൂല, ഏതെങ്കിലും സംഘികളുടെ മണവാട്ടി ആകുന്ന കോലത്തിലാണ് ഇപ്പൊ സിസ്റ്ററിന്റെ പോക്ക്. അതൊക്കെ പോട്ടെ, ഇത്രയും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് പിന്തുണ കൊടുക്കുന്ന സംഘികളില്ലേ, ആ സംഘികളോട് എനിക്കൊരു ചോദ്യമുണ്ട്. എന്താ അറിയോ? അതിനുള്ള ഉത്തരങ്ങൾക്ക് മാന്യമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ തരാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് തരും, വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് ഈ വീഡിയോയിലുള്ള വിഷയം എന്താണെന്നല്ലേ, ഒരു ഹിന്ദു സ്ത്രീ ഷിറ്റി ഗോപിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്നത് ഏത് പാർട്ടിയിലുള്ള സ്ത്രീ ആയിക്കോട്ടെ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഇവിടെ മുസ്ലിം കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവരുടെ മദ്രസ പഠനം. അവരുടെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും കുറിച്ചിട്ട് പഠിക്കാൻ അവർക്ക് മദ്രസ പഠനം അത്യാവശ്യമാണ്, നിർബന്ധമാണ് എന്നുള്ളത് മുസ്ലിങ്ങൾക്കുണ്ട്. ക്രിസ്ത്യാനികൾക്ക് എല്ലാ ഞായറാഴ്ചകളിലും അവിടെ പോയിട്ട് അവരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് അതിലൂടെയും ക്രിസ്ത്യാനികളെ കുറിച്ചിട്ട് അവർക്ക് വ്യക്തമായിട്ട് ചെറുപ്പം തൊട്ടേ ഒരു ധാരണ വരുന്നുണ്ട്. നമ്മുടെ ഹിന്ദു കുട്ടികൾക്ക് നമ്മൾ എന്ത് കാണിച്ചാണ് ഇതാണ് ഹിന്ദുമതം, ഇതാണ് ഹിന്ദുവിന്റെ ധർമ്മം എന്ന് പറയാന് ടി വിയിൽ വരുന്ന മഹാഭാരതോ അതല്ലെന്നുണ്ടെങ്കിൽ ടി വിയിൽ വരുന്ന എന്തെങ്കിലും പ്രോഗ്രാമോ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. അത് ഒരു ദിവസം കറണ്ട് ഇല്ലെങ്കിൽ അന്നത് കാണൂല. അപ്പോ ഇതാണ് നമ്മുടെ ഹിന്ദുക്കളുടെ. അതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചപ്പോ വലിയ രാജ്യസ്നേഹിയാണ്, അതും ഹിന്ദുമതത്തിന്റെ ഏറ്റവും ഏതൊക്കെ ആയിട്ട് ജനിക്കണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോ ശരി, നല്ലൊരു ചോദ്യമാണ്. എന്റെ മതത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ ഹിന്ദു മതം എന്താണെന്ന് അറിഞ്ഞു പഠിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ ഉള്ള ഒരു മറുപടി അല്ല സുരേഷ് ഗോപി പറഞ്ഞത്. സുരേഷ് ഗോപി പറഞ്ഞ മറുപടി എന്താ അറിയോ? ഏതാ നിങ്ങളുടെ MLA? ആരാണ് ഇവിടെ ഭരിക്കുന്നത്? മാർക്സിസ്റ്റ് പാർട്ടി അല്ലേ? അപ്പൊ നിങ്ങൾ അവരോട് പറയൂ, അല്ലാതെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ നമ്മുടെ നാട്ടില് ഭരണം ആരാണെന്ന് നോക്കിയിട്ടാണ്, അല്ലെ ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാന്ന് നോക്കിയിട്ടാണല്ലോ നമ്മളൊക്കെ മദ്രസ അല്ലെന്നുണ്ടെങ്കിൽ പള്ളിയിലെ ചർച്ചയും ഒക്കെ നടക്കുന്നത് അല്ലെ? ഇതിനൊന്നും ഉത്തരമില്ല. കാരണം എന്താ അറിയോ? ഈ BJP-ക്കാരുടെ മെയിൻ ലക്ഷ്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത്തരമുള്ള വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഉപരി ഇതിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല. അവർക്ക് വിദ്യാഭ്യാസം വേണമെന്നില്ല, മതത്തെ കുറിച്ച് അറിയണമെന്നില്ല. ഇപ്പോ അവർക്ക് തന്നെ അറിയാം, ഒരു ഹിന്ദുവിന്റെ മതത്തെ കുറിച്ചിട്ട് പൂർണ്ണമായും പഠിച്ച ഒരാൾക്ക് മറ്റൊരാളെ ദ്രോഹിക്കാൻ കഴിയൂല എന്ന്. കാരണം ഹിന്ദുവിന്റെ ധർമ്മം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ നമ്മുടെ മതത്തെ കുറിച്ച് നമുക്ക് ധാരണ ഉണ്ട്. എല്ലാ മതം ഇവിടെ പഠിപ്പിക്കുന്നത് നന്മ മാത്രം. പക്ഷെ മതത്തിന്റെ പേരിൽ ഇവിടെ പഠിപ്പിക്കുന്നതോ വെറും പച്ച വർഗീയത. അതിനുള്ള ആളുകളാണ് ഇപ്പൊ ക്രിസ്ത്യാനിൽ നമ്മൾ കണ്ടില്ലേ, ആരൊക്കെ പറഞ്ഞാലും നമുക്കറിയാം ഫുള്ള് വിഷാണ് ഈ സ്ത്രീ തുപ്പുന്നെന്നുള്ളത്. എന്ത് കർത്താവിന്റെ മണവാട്ടിയത്? എനിക്കൊരു പിടുത്തമല്ല. കർത്താവിന്റെ മണവാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ വേഷം ധരിച്ചിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ എന്താ പറയാ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും പുച്ഛിക്കാനും ചെറുതാക്കാനും അതിനൊക്കെ കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവിന്റെ മണവാട്ടി, അങ്ങോട്ട് ചെല്ലേ,
കർത്താവ് നേരാണ് സ്വീകരിച്ചോളും കേട്ടോ. അതവിടെ വെക്കട്ടെ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞ ആ വീഡിയോ ഒന്ന് കാണിച്ചത്, നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ തന്നെ ഒന്ന് അതിനൊരു തീരുമാനം എനിക്ക് പറഞ്ഞുതരും. ഇതാ മുസ്ലിം മതപഠനത്തിന് വേണ്ടി നമ്മുടെ മദ്രസകളുണ്ട്. അതേപോലെ തന്നെ നിർബന്ധിതമായിട്ടും അവർക്ക് കുട്ടികൾക്ക് മദ്രസയിൽ പോകണം. ക്രിസ്ത്യൻ മതപഠനത്തിന് എല്ലാ സൺഡേകളിലും വേദപാഠുണ്ട്. നമ്മുടെ കുട്ടികൾ മാത്രം നമ്മുടെ ഒരു മൂല്യങ്ങളും അറിയാതെയാണ് ഇപ്പൊ വളർന്നു വരുന്നത്. എല്ലാം കാണുന്നത് അവർ ടി വി കൂടെ മഹാഭാരതം, രാമായണം ഒക്കെ. അത് നമുക്കിവിടെ എന്തെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാനാ നമ്മുടെ മതത്തെ കുറിച്ചൊന്ന് അവബോധം വരുത്താൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയുന്നത്. കേട്ടോ. മാർക്കിലിസ്റ്റ് പാർട്ടി അല്ല, മാർക്കിസ്റ്റ് പാർട്ടി. നിങ്ങൾ കേൾക്കണം. ഒരു ഹിന്ദു ആയ ഒരു മന്ത്രിയോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരാണ് നിങ്ങളെ MLA ചോദിച്ചോ. നിങ്ങളുടെ MLA ഏതാ പാർട്ടി? ഇതിനൊന്നും അവർക്ക് സമയമല്ല. അവര് മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, മുസ്ലിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നടക്കുകയാണ്, ഈ വർഗീയത മാത്രം തുപ്പാൻ വേണ്ടിയിട്ട്. ഞാനന്ന് ഇതുപോലെ ഒരു കസ്റ്റമർ മൊബൈൽ അയച്ചിട്ട് ആ ഫോണൊക്കെ ശരിയാക്കി കൊടുത്തപ്പോ ഈ നരേന്ദ്രമോദി അമിത്ഷാടി ഇങ്ങനെ മറ്റേ ഗ്രൂപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോ അവൻ വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അവനോട് ഇങ്ങനെ ഞാൻ വെറുതെ ജസ്റ്റ് ചോദിച്ചു, എന്താണിത്, പിന്നെ നിങ്ങള് BJP പ്രവർത്തകനാണല്ലേ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല എന്നെ ഗ്രൂപ്പിൽ ഇങ്ങനെ ആഡ് ചെയ്തതാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ. എന്നിട്ട് ആ പുള്ളി തന്നെ പറയാ, പിന്നെ എന്നെ സുഖിപ്പിക്കാൻ പറഞ്ഞതാണോ അതോ എന്നെ സത്യസന്ധമായിട്ടോ നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ആ പുള്ളി തന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം തന്നെ, നിങ്ങൾ ഈ നാട്ടിലെ മുസ്ലിങ്ങളെല്ലാം നിങ്ങൾ ഇല്ലായ്മ ചെയ്താൽ ഇവരുടെ വീടും സ്ഥലവും വണ്ടികളും എല്ലാം നിങ്ങൾക്കുള്ളതാണ് എന്ന് ഒരു ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആളുകളെ, അതായത് ഈ താഴ്ന്ന ആളുകളെ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു വിദ്യാഭ്യാസം ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവര് വിശ്വസിക്കോ? നിങ്ങളോ ഞാനോ വിശ്വസിക്കോ? ഇല്ല. അങ്ങനെ വിശ്വസിച്ച് പഠിപ്പിച്ചത് കൊണ്ടാണ് അവര് ഇത്തരം മറ്റേ കാര്യങ്ങൾക്കൊക്കെ മുൻകൈ എടുത്ത് ഇറങ്ങി വരുന്നത്. ശരിയാണ്. ഇപ്പൊ ഒരുത്തം എന്താ പറയാ, 4 ദിവസം മുമ്പ് ഒരു ചെക്കം തൂങ്ങി മരിച്ചു. എന്തിനു വേണ്ടിട്ട്? അതിനെ കുറിച്ച് എന്തെങ്കിലും ഇവര് മിണ്ടുന്നുണ്ടോ? ഈ നിൽക്കുന്നവനാണ് അവനെ പീഡിപ്പിച്ചത്. അതൊരു BJP പ്രവർത്തകനാ. എന്തെങ്കിലും അവർക്ക് സംസാരിക്കാനുണ്ടോ ഇതിനെ കൊണ്ട്? RSSനെയും കൊണ്ട് ഒരു കാര്യം ഈ നാട്ടിനോ പിന്നെ നാട്ടുകാർക്കോ ഇല്ല എന്ന് ഒരു RSS പ്രവർത്തകനായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ പറഞ്ഞ് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ട് പോലും അതിനെക്കുറിച്ചും ഉണ്ടാവില്ല. അവർക്കിപ്പോ ഈ ഹിജാബിന്റെ കാര്യത്തിനും എങ്ങനെയൊക്കെ സിസ്റ്ററെ സപ്പോർട്ട് ചെയ്തിട്ട് കർത്താവിന്റെ അടുത്തേക്ക് മണവാട്ടിയാക്കി അയക്കാൻ പറ്റുമോ അതിനുള്ള പരിശ്രമമാണ്. അതിനൊന്നും നമുക്ക് വിഷയമല്ല. നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നന്നാവണം, അല്ലാണ്ട് മറ്റുള്ളവരെ നന്നാക്കിയിട്ട് കാര്യമില്ല സിസ്റ്റർ. എനിക്കെന്നല്ല, നിങ്ങളുടെ വീഡിയോ കാണുന്ന ആർക്കും 100% ഉറപ്പിച്ച് പറയാം, നിങ്ങളൊരു തികഞ്ഞ വർഗീയവാദിയാണ്, നിങ്ങൾ തികഞ്ഞ ഒരു രാജ്യദ്രോഹിയാണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അല്ലാത്ത ഒരാളുകൾക്ക് ഒരിക്കലും മറ്റ് സമുദായത്തിനോടോ അവരുടെ വസ്ത്രത്തോടോ അവരുടെ നിറത്തോടോ ഒരിക്കലും പുച്ഛിക്കാനോ ചെറുതാക്കാനോ കഴിയില്ല. നിങ്ങൾ ഈ വഹിക്കുന്ന 2 സ്ഥാനങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളൊരു പ്രിൻസിപ്പാളാണ്. 2, നിങ്ങൾ കർത്താവിന്റെ മണവാട്ടിയാണ്. ഈ 2 സ്ഥാനത്തിനും നിങ്ങൾ അർഹതയല്ല. മനസ്സിലായോ? ഈ 2 സ്ഥാനം ഉപയോഗിച്ചിട്ട് ഒരു പച്ചയായ മനുഷ്യരായി റോട്ടിലേക്ക് ഇറങ്ങി നിങ്ങൾ ഈ മൈക്ക് എടുത്തിട്ട് വർഗീയത പറഞ്ഞു നടന്നു. പക്ഷെ ഈ 2 സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 സ്ഥാനങ്ങളെയും മറ്റു മതസ്ഥർ കാണുന്നത് എങ്ങനെ അറിയോ? വളരെ ബഹുമാനത്തോടു കൂടിയാണ്. അതിന് നിങ്ങൾ അർഹതയല്ല എന്നുള്ളത് കൊണ്ട് ആ സ്ഥാനം ഒഴിവാക്കി നിങ്ങൾ നല്ല പച്ച വർഗീയത എവിടെ പോയിരുന്ന് പറയാൻ പറ്റുമെങ്കിൽ അത് ചെയ്തും കൊണ്ടിരുന്നു. ഇവരെ ഈ സപ്പോർട്ട് എന്നും ഉണ്ടാവുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട, വെറും തോന്നലാണ്. ഇപ്പൊ നിഷാൻ എന്ന് പറഞ്ഞൊരു ചെക്കം അഖിൽ മാരാർക്കെതിരെ സംസാരിച്ചതിനെ കുറിച്ചിട്ട്, അഖിൽ മാരാർ ഫലസ്തീനെ പുറത്തുകൂടെ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുക, ഉള്ളിൽ കൂടെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെ തെറി വിളിക്കുക. ആർക്കാ ഒരു സംശയം? അഖിൽ മാരാർ എന്ന് പറയുന്ന BJP പ്രവർത്തകൻ പച്ച വർഗീയവാദിയാണെന്നുള്ളതിൽ ഇവിടെ ആർക്കും സംശയമില്ല. അവനെ അതറിയാതെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളുകൾ ഉണ്ടായിരുന്നു. പണ്ട് അവൻ BJPക്കെതിരെ സംസാരിച്ചിരുന്ന സമയത്ത് അന്ന് അവനിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ പേരിൽ അവനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യമാണ്. പക്ഷെ എന്ന് ഇവനിക്ക് ചായ്വ് അങ്ങോട്ട് പോയി അന്ന് മുതൽ ജനങ്ങൾ അവനെ വെറുത്തുക്കുന്നു, ഭൂരിപക്ഷവും വെറുത്തുക്കുന്നു. അത് സംസാരിച്ചതിന്റെ പേരിൽ ഈ നിഷാൻ എന്ന് പറയുന്ന ചെക്കനെ ഇവനെ കാണിച്ചത് എന്താ അറിയോ? ഞാൻ കാണിച്ചു തരാം. കൂടി ഞാൻ സോഷ്യൽ മീഡിയയിലും വീഡിയോയിലും എല്ലാം നിർത്തുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം എനിക്ക് എന്റെ ഫാമിലി ആയിട്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ എന്റെ വണ്ടി ഏതോ 2 ആൾക്കാർ വന്നാണ്ട്
ക്യാമറ കൊണ്ട് വന്നിട്ട് അടിച്ചു പൊട്ടിച്ചിട്ടേ എന്റെ ഫാമിലി ഉള്ളത്. ഞാൻ എന്റെ ഉമ്മാന്റെ വീട്ടിൽ പോയിരുന്നു. കേട്ടോ, അവന്റെ വൈഫും കുട്ടികളും ഒക്കെ പേടിച്ച് കരയാണ്. അപ്പൊ അഖിൽമാരാറെ, നിന്നോട് പറയാനുള്ളത് എന്താ അറിയോ? ഇത് നീയാണോ നിന്റെ പാർട്ടിയാണോ ആരായിക്കോട്ടെ, ഇതിനുള്ള പണി നിനക്ക് തിരിച്ചു കിട്ടും, കിട്ടിയേ തീരൂ, അത് ഉറപ്പാണ്. ഈ പണി അത് ആണിന് ചേർന്ന പണിയല്ല. ഞാൻ ഉറച്ചു പറയുന്നു അഖിൽമാരാറെ, നീ ഇതിന്റെ പേരിലാണ്, നിന്നെ പറഞ്ഞതിന്റെ പേരിലാണ് അവനെ നീ തല്ലിയിട്ടുണ്ടെങ്കിൽ, ഫാമിലിയുടെ മുമ്പിൽ വെച്ച് തല്ലി അവന്റെ കാറെല്ലാം തകർത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഉറച്ചു പറയുന്നു അഖിൽമാരാറെ, നീ തികഞ്ഞ വർഗീയവാദിയാണ്, നീ തികഞ്ഞ ഒരു BJP പ്രവർത്തകനാണ്, അതിലൊരു സംശയവും ഇല്ല കേട്ടോ.